സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് തുടക്കമിട്ട് KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരനെ പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ രേഖപ്പെടുത്താനുള്ള സൗകര്യമാണ് പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനാവശ്യമായ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ ഇതിനകം മെഷീനുകളിൽ ഉൾപ്പെടുത്തിയതായി KSRTC അധികൃതർ അറിയിച്ചു. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് KSRTC IT വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ S. നിശാന്ത് പുറത്തിറക്കി. ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ സർവീസുകളിലും ഈ സംവിധാനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ ഓരോ ദിവസവും KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ പുരുഷ യാത്രക്കാരുടെ കൃത്യമായ കണക്ക് കോർപ്പറേഷന് ലഭിക്കും. യാത്രക്കാരുടെ വിവരശേഖരണം, സർവീസ് പ്ലാനിംഗ്, പ്രത്യേക പദ്ധതികൾ എന്നിവയ്ക്കായി ഈ ഡാറ്റ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം പുതിയ സംവിധാനം രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ UDF സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാനും ഭാവിയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാനുമുള്ള അടിസ്ഥാന വിവരശേഖരണം നടത്താനാകാം ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നതെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങളും സർക്കാർ പഠിക്കുന്നുണ്ടെന്ന് സൂചനയുണ്ട്. സ്ത്രീ യാത്രക്കാരുടെ കൃത്യമായ എണ്ണം, സർവീസ് അടിസ്ഥാനത്തിലുള്ള യാത്രാ പ്രവണത, വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഈ സംവിധാനത്തിലൂടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം യാത്രക്കാരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ചിലർ ഉയർത്തുന്നുണ്ട്. ലിംഗവിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കപ്പെടും, ഡാറ്റയുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും തുടങ്ങിയ ചോദ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്നാൽ യാത്രക്കാരുടെ അടിസ്ഥാന വിവരശേഖരണം മാത്രമാണ് ലക്ഷ്യമെന്നും മറ്റേതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നില്ലെന്നും KSRTC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.